എൻ്റെ പേര് ആൻസി. ഞാൻ കൊല്ലം അഞ്ചാലമൂട് സ്വദേശിനിയാണ്. ഇക്കഴിഞ്ഞ HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എക്സാമിനേഷനിൽ എനിക്ക് 10ാം റാങ്ക് ലഭിക്കുകയുണ്ടായി. ഒരു ടീച്ചർ ആകണം എന്നുള്ള സ്വപ്നത്തിന് ഒരു വലിയ സാക്ഷാത്കാരമാണ് ഈ ഒരു 10ാം റാങ്ക് കിട്ടിയതിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ റാങ്കിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വലിയ ഫാക്ടർ എൻട്രിയിലെ ഫാക്കൽറ്റീസുമാണ്. എൻ്റെ പേഴ്സണൽ ലൈഫ് സ്ട്രഗിൾ ആയിരുന്നു എൻ്റെ പ്രൊഫഷണൽ സ്ട്രഗിളിനെ കാട്ടി എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്. ഓരോ സ്ട്രഗിൾസിനെയും പോസിറ്റീവായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ട് പോവാതെ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് നമ്മളെ മോൾഡ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോവാം. എൻ്റെ പേര് ആൻസി. ഞാൻ കൊല്ലം അഞ്ചാലമൂട് സ്വദേശിനിയാണ്. ഇക്കഴിഞ്ഞ HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എക്സാമിനേഷനിൽ എനിക്ക് 10ാം റാങ്ക് ലഭിക്കുകയുണ്ടായി. ഒരു ടീച്ചർ ആകണം എന്നുള്ള സ്വപ്നത്തിന് ഒരു വലിയ സാക്ഷാത്കാരമാണ് ഈ ഒരു 10ാം റാങ്ക് കിട്ടിയതിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു 10 വർഷത്തോളമായി ഞാനൊരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്ത് വരികയായിരുന്നു. സ്റ്റെബിലിറ്റി ഇല്ലായ്മ അതാണ് മെയിൻലി എന്നെ സർക്കാർ ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. സ്റ്റെബിലിറ്റി ഇല്ലായ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി ഇല്ലാണ്ടാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ എത്ര വർക്കഹോളിക് ആണെങ്കിലും എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെങ്കിലും നമുക്ക് ഒരു സുസ്ഥിരത അവിടെ ഇല്ല. നമ്മളെ ഏത് നിമിഷവും പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ട് തന്നെ സർക്കാർ ജോലി ഫോക്കസ് ചെയ്യണമെന്ന് ഏറെ നാളായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. പല ലിസ്റ്റിലും വന്നെങ്കിലും ഒരു ഭേദപ്പെട്ട റാങ്കിലേക്ക് എത്തപ്പെടാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 1.5 വർഷത്തോളമായി എൻട്രിയിൽ ജോയിൻ ചെയ്ത് അത് സാക്ഷാത്കരിക്കാൻ എനിക്ക് സാധിക്കാനുണ്ടായത്. ഞാൻ സ്വയം പഠനത്തിലൂടെയാണ് ആദ്യം എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ ഒരു മെൻ്റൽ സപ്പോർട്ടിൻ്റെ ആവശ്യകതയുണ്ടെന്ന് എൻട്രിയിലെ വീഡിയോസ് യൂട്യൂബിലൂടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാനും ഏത് ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എൻട്രിയിലെ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ ഗോൾഡ് ബാച്ചിനെ പറ്റി കേൾക്കുകയുണ്ടായി. അതിൽ ഫുൾ ടൈം ഒരു മെൻറ്റർ സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ബെറ്റി മായമ്മിൻ്റെ മെൻറ്റർഷിപ്പിലുള്ള ബാച്ച് 10 അതിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഗോൾഡ് ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 24/7 നമുക്ക് സപ്പോർട്ട് നമുക്ക് കിട്ടും. എന്ത് തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും ഈവനിങ്ങിനുള്ളിൽ ബെറ്റി മാം നമുക്ക് അതാത് ഫാക്കൽറ്റിയിൽ നിന്നും അതിൻ്റെ റെസ്പോൺസ് നേടിത്തരുന്നതാണ്. പിന്നെ ഡെയിലി ക്യൂസസ്, ഓരോ പോർഷൻസിനോടൊപ്പം ക്യൂസസ് ഉണ്ട്. അത് മാത്രമല്ല ഡെയിലി ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മാർക്ക് എൻട്രി ഉണ്ട്. അതൊക്കെ നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് പോർഷൻസ് കവർ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്. അങ്ങനെ ഒരു അർജ് ഉണ്ടാവും പഠിക്കണമെന്ന് നെക്സ്റ്റ് ഡേയിലേക്ക്. അതെനിക്ക് വലിയ പോസിറ്റീവായിട്ട് തോന്നി. അതുപോലെ തന്നെ വീക്ക്ലി നമുക്ക് എക്സാംസ് ഉണ്ടാവും. പിന്നെ ടുവേർഡ്സ് എൻഡ് ആയപ്പോൾ ഡെയിലി ബേസിസിൽ നമുക്ക് മോഡൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. കൂടാതെ തന്നെ ഈ ലൈവ് സെഷൻസ്, നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അതായത് വൈകുന്നേരം 7 മണിക്കും 8 മണിക്കും ഇടയിലുള്ള ലൈവ് സെഷൻസ്. അതെനിക്ക് വലിയ ഹെൽപ്ഫുള്ളാണ്. കാരണം പലരുടെയും ക്വസ്റ്റ്യൻസും നമുക്ക് കേൾക്കാൻ പറ്റും ലൈവിൽ സ്റ്റുഡൻസ് വന്ന് ചോദിക്കുന്നത്. അത് വളരെ ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ആർക്കും ചൂസ് ചെയ്യാൻ എന്ന് തോന്നുന്നു. ലൈവ് സെഷൻസ് ഓപ്പൺ ആണെന്ന് തോന്നുന്നു ലൈവ്. അത് എനിക്ക് വലിയ ഹെൽപ്ഫുള്ളായി. പിന്നെ ഒരുപാട് മൊഡ്യൂൾസ്, ഈവൻ ദോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ് ഞാൻ ചൂസ് ചെയ്തതെങ്കിലും ഒരുപാട് മൊഡ്യൂൾസ് എനിക്ക് HSST ഇംഗ്ലീഷിൽ നിന്ന് എന്നെ ഈ കോഴ്സ് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ റാങ്കിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വലിയ ഫാക്ടർ എൻട്രിയിലെ ഫാക്കൽറ്റീസുമാണ്. പഠിക്കുന്ന സമയം അത്ര എളുപ്പമായിരുന്നില്ല എനിക്ക്. ഞാൻ എൻ്റെ പ്രൊഫഷനും എൻ്റെ പേഴ്സണൽ ലൈഫും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇതിന് കോച്ചിങ്ങിന് ചേരുന്നത്. പക്ഷേ എനിക്ക് തുടർന്ന് പോകാൻ പറ്റിയില്ല. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിലെ പ്രോബ്ലംസ് അത് വലിയൊരു സ്ട്രഗ്ലിങ് സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ പ്രൊഫഷണൽ ലൈഫിൽ അറിയാമല്ലോ, ഫേവറിറ്റിസം വലിയൊരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്കവിടെ പ്രോപ്പർലി അവിടെയും നിലകൊള്ളാൻ പറ്റിയില്ല. അത് കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും സാധിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് മെയിൻലി പറയുകയാണെങ്കിൽ ഒത്തിരി നാൾ ടച്ചില്ലാതെ കോഴ്സ് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കാം, കോഴ്സിലേക്ക് കടന്നതിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ എൻട്രിയിൽ ബേസിക് ലെവലിൽ നിന്ന് ടീച്ചേഴ്സ് നമുക്ക് കോച്ചിങ് തന്നതുകൊണ്ടായിരിക്കണം എനിക്കത് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനും ഈസിലി പെട്ടെന്ന് ജെല്ലാവാനും കോഴ്സിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാനും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗ്യാപ്പ് എടുത്തിട്ട് വന്ന് പഠിച്ചൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ബേസ് ലെവലിൽ നിന്ന്, ഇപ്പം ആനന്ദ് സാറൊക്കെ ആണെങ്കിൽ ഫെൻഡിക്സ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ ബേസിക് ലെവലിൽ നിന്ന് നമുക്ക്
ഫോക്കസ് തരുമായിരുന്നു. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച് മറന്ന കാര്യങ്ങളൊക്കെ സാറ് റീവൈൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ റെസ്പോൺസ് ചെയ്യുമായിരുന്നു. ഈ ലൈവ് സെഷൻസിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓരോ സൗണ്ട്സും അത് എവിടെ യൂസ് ചെയ്യണമെന്നും അങ്ങനെ ഒരു 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 നേറ്റീവ് സ്പീക്കറിൻ്റെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ സാറ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 100% അതിന് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിൽ ഒരു വിജയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അല്ലാത്ത നമ്മൾ എത്ര മൾട്ടി ടാസ്ക് ചെയ്താലും നമ്മൾ ഒരിടത്ത് നമുക്ക് 100% ചിലപ്പം കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ആ സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫ് സ്ട്രഗിൾ ആയിരുന്നു എൻ്റെ പ്രൊഫഷണൽ സ്ട്രഗിളിനെ കാട്ടി എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്. ഇപ്പോഴും ആ സ്ട്രഗിളുണ്ട്. ഈ ഒരു ജോബിലൂടെ ആ സ്ട്രഗിൾസ് എല്ലാം എനിക്ക് ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഞാൻ ഫോളോ ചെയ്ത സ്റ്റഡി പ്ലാൻ എന്ന് പറയാനാണെങ്കിൽ എൻട്രിയിലെ ക്ലാസ്സസ് ഫോളോ ചെയ്യും. പക്ഷേ ചില ദിവസങ്ങളിൽ കൂടുതൽ ഏരിയാസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് ആപ്പിൽ കാണും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ പ്രൊമഡോറോ ടെക്നീക്ക് ഉപയോഗിച്ചിരുന്നു. 25 മിനിറ്റ്സ് പഠിക്കുക, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, പിന്നെ ഒരു 25 മിനിറ്റ്സ് പഠിക്കുക. അങ്ങനെ ഒരു 3 റൗണ്ട്സ് അല്ലെങ്കിൽ 4 റൗണ്ട്സ് ഫോളോ ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് എടുത്ത് പഠിച്ചപ്പോൾ എനിക്ക് ആ ഒരു ടയേർഡ്നെസ് കുറയ്ക്കാൻ പറ്റി. അതുമൂലം കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവാനും പ്രയോറിറ്റൈസ് ചെയ്ത് ഏത് ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു എൻട്രിയിലെ ബെറ്റി മാം ആണെങ്കിലും ശ്രീകുട്ടി മാം ആണെങ്കിലും അത് എന്നെ കൂടുതൽ എന്നെ അത് ഫോളോ ചെയ്യാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ക്ലാസ്സിലുടനീളം എല്ലാവർക്കും ഫോളോ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ടെക്നീക്ക് എന്ന് പറയുന്നത് ഈ എൻട്രിയിലെ ആപ്പിലെ ക്ലാസ്സസിനോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ ഒരു ഫോക്കസും കിട്ടുന്നുണ്ട്. ഓരോ വീക്ക്ലി റിവിഷൻസൊക്കെ എനിക്ക് നല്ല രീതിയിൽ ചെയ്തു തീർക്കാനും ഒരു ഡേയിൽ ഒരു 10 hours പഠിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് 12 hours പഠിക്കാനുള്ള ഒരു എനർജി അതുകൊണ്ട് ഈ ഒരു ടെക്നീക്ക് ഞാൻ ഫോളോ ചെയ്ത കാരണം എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയ ഹാപ്പിയാണ്. അത് ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈസി ആയ ഒരു സ്റ്റഡി പ്ലാനാണ് പ്രൊമഡോറോ. എൻ്റെ പേഴ്സണൽ സ്ട്രഗിൾസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാനൊരു ഡിവോഴ്സ് ഫേസിലൂടെയും ട്രയൽ ഫേസിലൂടെയൊക്കെയാണ് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു 1.5 വർഷം ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പഠിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ റിസ്ക്കി ആയിരുന്നു. ഓരോ ദിവസവും ട്രയൽ സെഷൻസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ടാണ് ഞാൻ ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് പലപ്പോഴും വേണ്ട മതിയാക്കാം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല. ഓരോ ബാഡ് ഫേസിലൂടെ ഞാൻ പോയപ്പോഴും എനിക്ക് ഒരു മോട്ടിവേഷൻ തന്നത് ഒരു സ്റ്റേബിളായിട്ടുള്ള ലൈഫ് വേണമെന്നുള്ള ഒരു ആവശ്യകതയാണ്. ആ ഒരു ആവശ്യകത ആയിരിക്കാം മേ ബി എനിക്ക് കൂടുതൽ നേരം ഡിസ്റ്റർബ്ഡ് മൈൻഡ് ആണെങ്കിലും ഇതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ പേര് ഉണ്ടെന്നറിയാം. അവരൊന്നും ഇതൊരു മോശം സമയമല്ല, നിങ്ങളുടെ ഫേസ് അല്ല എന്ന് കരുതുക. ഇതൊക്കെ നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു പീരീഡാണെന്ന് കണക്കാക്കുക. മറ്റൊന്നുമല്ല, നമ്മളുടെ ഓരോ സ്ട്രഗിൾസും നമ്മളെ മോൾഡ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. നമ്മുടെ ലൈഫിനെ ഒരു വേറെ ലെവലിലേക്ക് ഫേസിലേക്ക് കൊണ്ട് ചെല്ലാനായിട്ട് നമുക്ക് യൂണിവേഴ്സായിട്ട് നേച്ചറായിട്ട് തരുന്ന സ്ട്രഗിൾസ് ആണെന്ന് മാത്രം കരുതുക. ആരും പുറകോട്ടേക്കില്ല. നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങി പുറപ്പെടുക. സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഓരോ സ്ട്രഗിൾസിനെയും പോസിറ്റീവായിട്ട് എടുക്കുക. നെഗറ്റീവായിട്ട് പോവാതെ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് നമ്മളെ മോൾഡ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന, പ്രത്യേകിച്ചും HSST ഇംഗ്ലീഷ് പോലുള്ള വളരെ ഫ്രൂട്ട്ഫുള്ളും ലൈഫ് സെക്യൂറും ആക്കുന്ന പൊസിഷനിലേക്കൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഓരോ സ്ട്രഗിൾസും നിങ്ങളുടെ മോട്ടിവേഷനാക്കി എടുത്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.